Hi, all my dear ones out there. So, how are you? I hope you're all doing good. Before we start, thank you so much for the support you have given to my first video. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എത്രത്തോളം സിമ്പിളാക്കി സാധാരണക്കാരിലേക്ക് എത്തിക്കാമെന്നതാണ്. അതായത് ഏതൊരു സാധാരണക്കാരനും ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്നുള്ള സിമ്പിൾ ടിപ്സ് അത് നമ്മളതിൻ്റെ ബേസിക് തൊട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഒരുപാട് സന്തോഷമുണ്ട്. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ, ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് വീഡിയോ ഓഫ് ജോറിസ് ബേ ലെറ്റ്സ് സ്പീക്ക് ഇംഗ്ലീഷ്. Where from we start learning English? ഇംഗ്ലീഷ് മാത്രമല്ല, ലോകത്തിലെ ഏതൊരു ഭാഷയും പഠിച്ചു തുടങ്ങേണ്ടത് അതിൻ്റെ അക്ഷരങ്ങളിൽ നിന്നാണ്. അക്ഷരങ്ങളാണ് ശരിക്കും ഒരു ലാംഗ്വേജിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ ഫൗണ്ടേഷൻ ഈസ് ഗുഡ് ഇനഫ്, ദ ഹൗസ് വിൽ ഷൈൻ ഫോർ എവർ. അതുപോലെയാണ് ലാംഗ്വേജ് പഠിക്കാൻ പോകുന്ന ഏതൊരാളും അക്ഷരമാല തൊട്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ വി ക്യാൻ ബിൽഡ് അപ്പ് എ ഗുഡ് ലെവൽ ഇൻ ദി ഫ്ലുവൻസി ഓഫ് ഇംഗ്ലീഷ്. സോ നമ്മുടെ ആൽഫബറ്റ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. ചെറുപ്പം തൊട്ട് ഒരു 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആൽഫബറ്റ്സിനെ കുറിച്ചുള്ള പൊതുവായ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ബീൻ കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 സെഗ്മെന്റ്സ്. വൺ ഈസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് ദി അതർ വൺ ഈസ് സ്മോൾ ലെറ്റേഴ്സ്. പക്ഷേ അതുമാത്രമല്ല ആൽഫബറ്റ്സിൽ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. സോ ഐ വിൽ ഗിവ് യു വാട്ട് യു ഹാവ് ടു റിയലി നോട്ടീസ് വെൻ യു ലേൺ ഫ്രം ദ ആൽഫബറ്റ്സ്. A-E-I-O-U. Please repeat with me. A-E-I-O-U. നേരത്തെ പറഞ്ഞ ഈ 5 അക്ഷരങ്ങളെയാണ് ഇംഗ്ലീഷിൽ വവൽസ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ ഇതിനെ സ്വരാക്ഷരം എന്ന് പറയുന്നത്. നമ്മൾ 4ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ 4ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു 5-6 ലെവലിലേക്ക് വരാൻ നിർത്തി ഈ ആൽഫബറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് കേൾക്കുന്ന ഒരു പേരാണ് വവൽസ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില കുട്ടികൾക്ക് വന്നിട്ട് എടാ വവൽസ് ഇല്ലാത്ത 2 വാക്ക് പറയാനൊക്കെ പറയും. അപ്പോൾ അന്ന് അതൊക്കെ ഒരു ചലഞ്ച് പോലെയായിരുന്നു. ഞാൻ അന്നൊക്കെ വവൽസ് ഇല്ലാത്തൊരു വാക്ക് പറയാൻ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ലാംഗ്വേജിൽ പ്രത്യേകിച്ച് നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ വവൽസിന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ വവൽസ് എന്ന് വിളിക്കുന്നത്? നിങ്ങളൊന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. A-E-I-O-U. ഈ അക്ഷരങ്ങൾ, ഈ 5 അക്ഷരങ്ങളിൽ ഏതൊരു അക്ഷരം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ചുണ്ടിൻ്റെയോ നാക്കിൻ്റെയോ നമ്മുടെ പല്ലിൻ്റെയോ സഹായം ആവശ്യമില്ല. തൊണ്ടയിൽ നിന്നൊരു ശബ്ദം എടുത്ത് നമ്മൾ ഒരു ലോങ് വോയിസിൽ പറയുന്നത് പോലെയാണ് ഈ 5 അക്ഷരങ്ങളും നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ വോയിസ് rather than a rigid voice. It's not like consonants. Vowels are often like it sounds like a voice. Like when I say A, I, E, O, U, it more sounds like a voice. അതുകൊണ്ടാണ് ഇതിനെ vowels എന്ന് വിളിക്കുന്നത്. സോ നേരത്തെ പറഞ്ഞ 5 വവൽസ്, ഈ 5 വവൽസിൽ ഏതെങ്കിലും 2 വവൽസ് ഒരു വാക്കിൽ ഒരേ സമയം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? അതായത് ഒരു വാക്കിൽ 2 വവൽസ് വരുന്നു, ഈ 2 വവൽ സൗണ്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ഇതിനാണ് നമ്മൾ ഡിഫ്തോങ് എന്ന് പറയുന്നത്. വെൻ 2 വവൽ വോയ്സ് ആർ കമ്മിങ് ഇൻ 1 വേർഡ്, ഇറ്റ്സ് കോൾഡ് എ ഡിഫ്തോങ്. അപ്പോൾ ആൽഫബറ്റ്സിലെ മറ്റൊരു കാറ്റഗറൈസേഷനാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. ഡിഫ്തോങ്ങിൻസിനുള്ള എക്സാമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈക്ക് പെയിൻ, PAIN, ഇവിടെ എയും ഐയുമാണ് നമുക്ക് വവൽ വോയിസ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറുന്നത്? പെയിൻ, പെയിൻ first begins with A, then it turns into AIN. So the fluctuation of the vowel sounds are really important, and that's called a vowel. Another example for diphthong is gain, GAIN, it's gain, and the same vowel sounds as again here, AIN. It starts from AIN. We begin from AIN. So A then AIN. You see the fluctuation. So this is called a diphthong. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിഫ്തോങ്സിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഡിഫ്തോങ്സ് കൂടാതെ തന്നെ ഇതിന് ട്രൈഫ്തോങ്സ് ഉണ്ട്, അതുപോലെ തന്നെ വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആൽഫബറ്റ്സ് നമ്മൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ ഡിഫ്തോങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. There are many more other examples for diphthongs that we can discuss it later. So we have covered the vowels and the diphthongs. ഇനിയുള്ളൊരു സെക്ഷൻ കോൺസോണൻസ് ആണ്. നേരത്തെ പറഞ്ഞ വവൽസിലെ 5 അക്ഷരങ്ങൾ പറയുന്നത് പോലെയല്ല കോൺസോണൻസ് എന്ന് പറയുന്നത്.
വോവൽസിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നു, കോൺസണൻസിനെയാണ് നമ്മൾ മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. വോവൽസിലെ എ, ഇ, ഐ, ഒ, യു എന്നീ അക്ഷരങ്ങൾ ഒഴികെ ആൽഫബറ്റ്സിലെ മറ്റെല്ലാ അക്ഷരങ്ങളും കോൺസണൻസ് ആണ്. അതായത് കോൺസണൻസിലെ അക്ഷരങ്ങൾ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ വളരെ സ്ട്രെസ് ചെയ്ത് എയർ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ മൗത്തിൽ നിന്ന് പാസ് ചെയ്യുന്ന എയർ വളരെ ലിമിറ്റ് ചെയ്ത് സ്ട്രെസ് ചെയ്താണ് നമ്മൾ ഓരോ അക്ഷരങ്ങളും പറയേണ്ടത്. ലൈക്ക് ബി, സി, ഡി, ജി ഈ അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ വോവൽസിലെ പോലെ അല്ലാതെ നമ്മൾ കൂടുതലും ദർ ഇസ് എൻ അമൽഗമേഷൻ ഹാപ്പനിങ് ബിറ്റ്വീൻ അവർ മൗത്ത്, ടീത്ത് ആൻഡ് ദെൻ മൗത്ത്. ഇതെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കോൺസണൻസ് അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞ വോവൽസ്, ഡിഫ്തോങ്സ് പിന്നെ കോൺസണൻസ്, ഇതാണ് ആൽഫബറ്റ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയും കുറച്ചുകൂടി ഉണ്ട് എങ്കിൽ പോലും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ മൂന്നുമാണ്. സോ ദാറ്റ്സ് ഓൾ. ലാംഗ്വേജിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് ആണ്. ആൽഫബറ്റ്സിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വോവൽസ്, ഡിഫ്തോങ്സ്, കോൺസണൻസ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ടേ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിക്സ് സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വോവൽസ് ആയിക്കോട്ടെ, വോവൽസിൻ്റെ എക്സാംപ്ലറീസ്, അതുപോലെ തന്നെ ഡിഫ്തോങ് ആയിക്കോട്ടെ, ഡിഫ്തോങ് എങ്ങനെയാണ് ഒരു വാക്കിൽ വരുന്നത്, എങ്ങനെയാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, ഫ്ലക്ച്വേഷൻ ചെയ്യുന്ന പേരാണ് ഡിഫ്തോങ്, അത് പഠിക്കുക. അതിനൊരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാം. അതുകൂടാതെ കോൺസോണൻസ് വളരെ സിമ്പിളാണ്. വോവൽസ് കൂടാതെ ബാക്കിയുള്ള അക്ഷരങ്ങളെ എല്ലാം നമ്മൾ കോൺസോണൻസ് എന്നാണ് വിളിക്കുന്നത്. കോൺസോണൻസിൻ്റെ ഓരോ അക്ഷരങ്ങളും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്ട്രെസ് ചെയ്ത് ശ്രദ്ധിച്ച് നിർത്തി ആണ് പറയുന്നത്. അതിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങളെന്നാണ്. വോവൽസിനെ നമ്മൾ സ്വരാക്ഷരങ്ങളെന്ന് പറയുന്നു. ഡിഫ്തോങ്സ് ആണ്, ഡിഫ്തോങ് വോവൽ സൗണ്ടിൻ്റെ കോമ്പിനേഷനാണ് ഡിഫ്തോങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ പോയാലും ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിൻ്റെ വേറെയും ഒരുപാട് വകഭേദങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഒരു സാധാരണക്കാരന് പ്രത്യേകിച്ച് പഠിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.